നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ വയറുവേദനയും ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജനായ ഡോക്ടർ അനു പോളാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, ഏത് പ്രായത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, അവരെല്ലാം പരാതിപ്പെടുന്ന ഒന്നാണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് വയറുവേദന. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാം? ധന്യ പറഞ്ഞത് ശരിയാണ്. ഒത്തിരി കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ് വയറുവേദന പിള്ളേരിൽ. കോമൺ ആയിട്ട് കാരണങ്ങൾ കാണുന്നത് മിക്കവാറും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ചിലർക്ക് ഫുഡ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ ചെറിയ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഫുഡ് പോയ്സണിങ് വരുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് യൂഷ്വലായിട്ട് വയറുവേദന കാണുന്നത്. ചിലർക്ക് പക്ഷേ ചില ഓപ്പറേഷൻ ചെയ്യേണ്ട കാരണങ്ങളും കൂടെ കാണും. അതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പൻഡിസൈറ്റിസ് ആയിരിക്കും. പിന്നെ പ്രായം അനുസരിച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേറെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും വയറുവേദന വരുന്നത്. പക്ഷേ ഒരു സ്കൂളിൽ പോകുന്ന പ്രായത്തിലെ പിള്ളേർക്കൊക്കെ സർജറി ആവശ്യമുള്ള കാരണം അപ്പൻഡിസൈറ്റിസ് ആയിരിക്കും. പക്ഷേ മിക്ക കേസുകളും തന്നെ മാറുന്ന വയറുവേദനയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൻഡിസൈറ്റിസ് എന്താണ്? അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അപ്പൻഡിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ഒരു ഭാഗമാണ്. അത് ചെറിയ കുടലും വലിയ കുടലും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ഓർഗനാണ് അപ്പൻഡിക്സ്. ഈ അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു കാരണം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൻഡിസൈറ്റിസ് ഒരു ഇൻഫെക്ഷനാണ്. അത് ഇന്ന കാരണം കൊണ്ടാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സാധാരണയായിട്ട് പല തരത്തിലുള്ള വയറുവേദന ഉണ്ടാവുന്ന ഡോക്ടർ സൂചിപ്പിക്കും. അപ്പൻഡിസൈറ്റിസിൻ്റെ വയറുവേദന എങ്ങനെയാണ് മറ്റു വയറുവേദനയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പൻഡിസൈറ്റിസിൻ്റെ വയറുവേദന സാധാരണ തുടങ്ങുന്നത് വയറ്റിൻ്റെ നടുവിലായിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു റൈറ്റ് സൈഡിലേക്ക് അത് മാറും. അതിൻ്റെ കൂടെ ചിലപ്പോൾ പനിയുണ്ടാവും, ഛർദിയും ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് ഈ വേദന തന്നെ മാറില്ല, മാറാതെ കൂടിക്കൂടി വരുന്നതായിട്ടായിരിക്കും മിക്കവാറും കാണുന്നത് അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ. സാധാരണ പല വയറുവേദനകളെയും അവഗണിക്കപ്പെടാവുന്ന ഒന്നാണ്. ഏത് തരത്തിലുള്ള വയറുവേദനകൾക്കാണ് ഒരു ഡോക്ടറെ കണ്ട് സമീപിക്കേണ്ടത്? ഇപ്പോൾ വയറുവേദനകൾ മിക്കവാറും കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഒരു 24 hours ഉള്ളിൽ അത് തന്നെ മാറുന്നതാണ് മിക്ക പിള്ളേർക്കും കാണുന്നത്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേദന തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര കൂടുതലായിട്ട് വേദനയുണ്ട്, അതിൻ്റെ ഒപ്പം നല്ല കടുത്ത പനി, ഛർദി ഇതെല്ലാം കൂടിക്കൂടി വരുന്നതാണെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് അവരുടെ കുട്ടിയായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ നമ്മളൊരു പേരൻ്റായിട്ട് നമുക്ക് ഇതൊരു സുഖമില്ല എന്ന് തോന്നുവാണെങ്കിൽ വീട്ടിലിരുന്ന് വറി അടിക്കുന്നതിലും നല്ലത് ഒരു ഡോക്ടറിനെ പോയി കാണുന്നതായിരിക്കും. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിടുമല്ലോ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മകളെ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്റെ മകൾക്ക് 8 വയസ്സുണ്ട്. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മകൾക്ക് 8 വയസ്സുണ്ട്. അപ്പൊ ഈയിടെ ബർഗർ വാങ്ങിച്ചു കൊടുത്തായിരുന്നേ. അന്നേരം അത് കഴിച്ചു കഴിഞ്ഞപ്പോ ഫുഡ് പോയിസൺ ഉണ്ടായി. അപ്പൊ ഭയങ്കരമായ വയറുവേദനയായിരുന്നു അവൾക്ക്. ആശുപത്രി കൊണ്ടുപോയി അവര് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഗ്യാസിന്റെ ഇതാന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും ഇപ്പോഴും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയുണ്ട് ചില ആഹാരങ്ങൾ കഴിക്കുമ്പം. ഞങ്ങളൊരു ഗ്യാസ്ട്രോളജിയെ കാണിച്ചായിരുന്നു. അപ്പം ഡോക്ടർ 2 ആഴ്ച മരുന്ന് കൊടുത്തു. അന്നേരം പറഞ്ഞു നിങ്ങൾ ആഹാരം കൺട്രോൾ ചെയ്ത് കൊടുക്ക്, മെഴുക്കുള്ളതും ഐസ്ക്രീം, ഇറച്ചി, മുട്ട ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്ക്. എന്നാലും ഇപ്പോഴും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയുണ്ട്. രാവിലെ എണ്ണീറ്റ് വരുമ്പോഴേ ചിലപ്പോൾ വയറുവേദന എന്ന് പറയും. 1 മിനിറ്റ് 2 മിനിറ്റത്തേക്കിനെ ഉള്ളെന്ന് തോന്നുന്നു. വലുതായിട്ട് കരയുന്നൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം പറയും കുറഞ്ഞു എന്ന് പറയും. അപ്പം ഇപ്പോഴും ഞങ്ങൾക്ക് അതിന്റെ ഒരു പേടിയാണ്. ഈ ഫുഡ് പോയ്സണിൽ നിന്നുണ്ടായതാന്ന് പറഞ്ഞു. ഇപ്പൊ ഇനിയും എവിടെയാ കാണിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതുണ്ട്. ശരി.
ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒത്തിരി കാണുന്നതാണിത്. പിള്ളേർക്ക് വെസ്റ്റേൺ രീതിയിലെ ഭക്ഷണങ്ങളൊക്കെയാണ് ഇഷ്ടം, ഫാസ്റ്റ് ഫുഡൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ ഒത്തിരി വരുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ കുട്ടിക്ക് വേദന ഇപ്പോൾ കൂടിക്കൂടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വറി അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കളിക്കുക, പഠിക്കുക ഒന്നും അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വറി അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വയറുവേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച ഡോക്ടറിനെ തന്നെ വീണ്ടും ഒന്നും കൂടെ പോയി കാണിക്കുന്നതായിരിക്കും നല്ലത്. അവരും കൂടെ അറിയണമല്ലോ വേദന മാറുന്നില്ല എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, നമ്മൾ വീണ്ടും അപ്പൻഡിസൈറ്റിസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ഗുരുതരമായ ഒരു വയറുവേദനയുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു രോഗമാണോ? അതെ, അപ്പൻഡിസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷനാണ്. അപ്പം അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ അത് വരാം. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ, അതിൻ്റെ ഏർലി സ്റ്റേജസിലാണെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് തീർക്കാവുന്നതാണ്. പക്ഷേ ചിലർ അത് തുടക്കത്തിൽ തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അപ്പൻഡിക്സിലെ പഴുപ്പ് വയറ്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വളരെ സീരിയസ് ആയിട്ടും വരാം. അപ്പം ഏറ്റവും നല്ലത് ആദ്യം തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കുന്നതാണ്. പക്ഷേ ചില അപ്പൻഡിസൈറ്റിസ് വളരെ സീരിയസ് ആയിട്ടും വരാം. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ 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 ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, കേൾക്കാം ഡോക്ടറോട്. ആ കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പൻഡിസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി ആണെന്ന് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു ഓർഗൻ നീക്കം ചെയ്യുകയാണോ ഈ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ്. നമുക്കിപ്പോൾ 2 തരത്തിൽ സർജറി ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇൻസെഷൻ ഇട്ടിട്ട് ഓപ്പൺ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മിക്ക അപ്പൻഡിസൈറ്റിസും ട്രീറ്റ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി വഴിയാണ്. അത് പിള്ളേരിലും ചെയ്യാവുന്നതാണ്. ഒരുമാതിരി പെട്ട അപ്പൻഡിസൈറ്റിസ് എല്ലാം ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാവുന്നതാണ്. ഇനി ഒത്തിരി സീരിയസ് ആയിട്ട് ഇൻഫെക്ഷൻ വല്ലാണ്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഈ അപ്പൻഡിക്സ് എന്നുള്ള ഓർഗൻ എടുത്ത് മാറ്റിക്കളയുന്നതാണ്. പിന്നെ പഴുപ്പുണ്ടെങ്കിൽ അതിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിബയോട്ടിക്കും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക് തുടങ്ങും. എന്നിട്ട് ഇതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, അതായത് ഒത്തിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. 5 വയസ്സുണ്ട്. മോക്കെ UKG പഠിക്കുന്ന പ്രായമാണ്. അവർക്ക് എപ്പോഴും അങ്ങ് വയറ്റ് വേദന വരുന്നുണ്ട്. വയറ്റ് വേദന വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ അകത്ത് സൈഡിലാണെങ്കിൽ ഇങ്ങനെ ക്രിമ്പ് പോലെ വെളുത്ത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഞാൻ അതിനെ എടുത്ത് കളയുന്നുണ്ട്. കൃമിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടോ? കൃമിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നതാണ് കൃമിയുടെ അസുഖം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ വയറുവേദന അതുകൊണ്ട് തന്നെ വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. മിക്ക സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ ഡോക്ടർ, അപ്പൻഡിസൈറ്റിസിന് കീഹോളാണ് ഏറ്റവും നല്ലതെന്ന് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? കീഹോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മിക്ക അപ്പൻഡിസൈറ്റിസും കീഹോൾ വഴി തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മുറിവ് ചെറുതായിരിക്കും. 2-3 ചെറിയ ഇൻസെഷനിൽ കൂടെ നമുക്ക് ഈ പ്രൊസീജിയർ മുഴുവൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദനയും ചിലപ്പോൾ കുറവായിരിക്കും. കുറച്ചും കൂടെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, മുറിവ് ചെറുതാണെങ്കിലും ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഉള്ളിലത്തെ സിവിയറിറ്റി അനുസരിച്ച് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പുറമേക്ക് അധികം കണ്ടില്ലെങ്കിലും ഓപ്പറേഷൻ ഒന്ന് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, അപ്പൻഡിസൈറ്റിസ് പൂർണ്ണമായിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനൊക്കെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അപ്പൻഡിക്സ് നമ്മൾ മുഴുവനായിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൻഡിക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫങ്ഷനെ ബാധിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ വന്ന് വയറ്റിലേക്കൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത ടൈപ്പ് ഓഫ് അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ
ഭാവിയിൽ കുടലിന് ഒബ്സ്ട്രക്ഷൻ വരാനും ഒക്കെ ചെറിയൊരു ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഏത് ഓപ്പറേഷൻ ചെയ്താലും വയറ്റിൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ട മാതിരത്തെ ഇൻഫെക്ഷൻ വന്നാലും അതിനൊരു ചെറിയ റിസ്ക് ഉണ്ട്. ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. പക്ഷേ സാധാരണ ഒരു അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നവജാത ശിശുക്കളിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാവാം? നവജാത ശിശുക്കൾക്കും പിന്നെ വർത്തമാനം പറയാനാവാത്ത പിള്ളേർക്കും നമുക്ക് വയറുവേദന ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കത് മനസ്സിലാവുന്നത് അവർ കരയുന്നു, പാല് കൊടുത്താലും നാപ്പി മാറ്റിയാലും ഒന്നും കരച്ചിൽ നിർത്തുന്നില്ല, അങ്ങനെ കൺസോൾ ചെയ്യാൻ പറ്റാത്ത കരച്ചിൽ. അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമുള്ള പിള്ളേരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവർ കാലിങ്ങനെ മുകളിലോട്ട് വലിക്കുന്നു. ഇതൊക്കെയാണ് വയറുവേദനയുടെ ചില സൈൻസ്. അപ്പം അത് ഉണ്ടാവുന്നത് ഇപ്പോൾ നവജാത ശിശുവിന് ഉണ്ടാവുന്നത് ചില പ്രോബ്ലംസ് കാരണം, കൺജനിറ്റൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് കാരണം ഉണ്ടാവാം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒപ്പം ഛർദി ഉണ്ടാവുന്നുണ്ടോ എന്നാണ്. ഛർദിയിൽ പച്ച നിറത്തിൽ ബൈൽ എന്ന് പറയും. ബൈൽ ഉണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വേറെ ചില ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നില്ല, ഛർദിയുണ്ട്, വയറ് വീർക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. പൊതുവേ നമ്മൾ പറയാറുള്ളത് തീരെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമ്മൾ സംശയിച്ച് വീട്ടിലിരിക്കരുത്. കുറച്ചും കൂടെ വലിയ കുട്ടിയാണെങ്കിൽ അവർക്ക് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്താണ് കുഴപ്പമെന്ന്. അപ്പം അവിടെ നമുക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ തീരെ കുഞ്ഞ് ബേബീസൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറുക്കൊക്കെ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന വേറൊരു കണ്ടീഷനാണ് ഇൻറ്റർസെപ്ഷൻ എന്ന് പറയും. അതായത് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. കുടലിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അടുത്തുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. അതുകൊണ്ട് കുടൽ ബ്ലോക്ക്ഡ് ആവുന്നു, ഛർദി ഉണ്ടാവും, വയറ്റിൽ നിന്ന് ചിലപ്പോൾ ബ്ലഡ് പോയിന്നും ഇരിക്കും. ഇതൊക്കെ കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ വരും മുമ്പ് ഡോക്ടർ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, യെസ് കേൾക്കാം, ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോക്ക് ഇതുപോലെ പഠിക്കുവാണ്. ഓക്കെ, ഒരു വയറ്റ് വേദന, എന്തോന്നാണ് ഒരു വയറ്റ് വേദന വരും. എന്ത് കഴിച്ചാലും വയറുവേദന ഉണ്ടാകും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് പ്രേക്ഷകൻ ചോദിക്കുന്നത്. ശരി. വയറുവേദന മാത്രം, ഛർദി അങ്ങനെയൊന്നുമില്ല? എന്ത് കഴിച്ചാലും വയറുവേദന വരും എന്നോ? വയറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ടോ നന്നായിട്ട്? വയറുവേദന വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? കൊച്ചു പോയി കിടക്കുവോ? അതെയോ? അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇത്രയും മാത്രം ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടായിരിക്കും എന്ന്. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് കുടലുള്ളിലേക്ക് കയറി പോകുന്നൊരവസ്ഥയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അതെ, ഇൻറ്റർസെപ്ഷൻ എന്ന് പറയും. ഇത് 6 months തൊട്ട് ഒരു 3-4 വയസ്സ് വരെ കുട്ടികൾക്ക് ഉണ്ടാവാം. അതിന് ഒരു പ്രത്യേക ഒരു കാരണം ഉണ്ടാവണം എന്നില്ല, അത് തന്നെ ഉണ്ടാവുന്നതാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. വയറ്റിൻ്റെ, അതായത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ കയറ്റിയിട്ട് ഈ ഇൻറ്റർസെപ്ഷനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ഇല്ലാണ്ട്. പക്ഷെ ഒത്തിരി വൈകുവാണ്, ഒത്തിരി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കൊച്ച് കരയുന്നു, ഇടയ്ക്കിടയ്ക്കായിട്ട് കരയുന്നു, കാലിങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഛർദി ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഛർദിയിൽ പച്ച നിറത്തിൽ ഛർദി ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുകയാണെങ്കിൽ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, എൻ്റെ മകന് +1 പഠിക്കുകയാണ്. അവനിപ്പോ ഒരു 2 വർഷമായി ഇടയ്ക്കിടയ്ക്കൊരു വയറുവേദന ഇങ്ങനെ വരുന്നത്. ഡോക്ടറെ കാണിക്കും,
പിന്നെ അത് മരുന്ന് കഴിച്ചാൽ അത് മാറും. പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും അത് വരും. ഇത് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത് വേണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാന്ന് പറഞ്ഞു ഡോക്ടർ. ആ, എന്നിട്ട് എൻഡോസ്കോപ്പി ചെയ്തോ? എൻഡോസ്കോപ്പി ചെയ്തിട്ടില്ല, പക്ഷെ മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ട്. പിന്നെ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ വീണ്ടും വരികയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? എൻഡോസ്കോപ്പി ചെയ്തിട്ട് നോക്കുക അതോ? എൻഡോസ്കോപ്പി ചെയ്യാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. +1 പിള്ളേരൊക്കെ ആകുമ്പോൾ ഒരുമാതിരി ഓൾമോസ്റ്റ് അഡൾട്ട് ഏജ് ആയല്ലോ. പിള്ളേരിലും ഒത്തിരി പേരിലും ഇങ്ങനെ അൾസറിൻ്റെ അസുഖം, ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എൻഡോസ്കോപ്പി അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ചില കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു പുതിയ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരക്കാല് വയറുവേദന ഒരു ലക്ഷണമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഉണ്ടാവാം, അങ്ങനെയും ഉണ്ടാവാം. അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എന്താണ്? അത് ഏതാണ് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്നല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, അതായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം പീഡിയാട്രിഷ്യനെ കാണിച്ച് അത് ക്ലിയർ ആക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വരാം വയറുവേദന. വളരെ വീണ്ടും കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ഹലോ. ആ, ഇത് കണ്ണൂരിൽ നിന്നാണ്, അഴീക്കോട് എന്ന സ്ഥലത്തിന്. പിന്നെ 12 വയസ്സുള്ള കുട്ടിക്ക് വയറുവേദനയായിട്ട് അപ്രന്റീസിന്റെ അന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായി നമ്മള്. 3 മാസമായി ഓപ്പറേഷൻ ചെയ്തു. 3 മാസമായി കണ്ണൂരിൽ നിന്ന്. അപ്പൊ ഇപ്പൊ ഇടക്ക് അത്യാവശ്യം വയറുവേദന വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചെയ്തു. ഇപ്പോഴും വയറുവേദന വരുന്നുണ്ട്? അത്യാവശ്യം ചില ഭക്ഷണം കഴിക്കുമ്പോൾ അല്ല ചില സമയത്ത് വയറുവേദന ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഛർദിയൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കൽ കുറവാണ്. അത് ശരി. ഓക്കെ. ചിലർക്ക് ഇപ്പോൾ അതിപ്പോൾ ഓപ്പറേഷൻ്റെ സമയത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നോ? അത് വയറ്റിൽ പഴുപ്പുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? പേരിപ്പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അപ്പൻഡിസൈറ്റിസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരാനും കൂടുതൽ സമയമെടുക്കും. അപ്പം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ വയറുവേദനയ്ക്കൊപ്പം വയറ് വീർത്ത് വരിക അല്ലെങ്കിൽ ഛർദ്ദിക്കുക ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം. അതിൻ്റെ അർത്ഥം ഈ മുമ്പ് വയറ്റിൽ പഴുപ്പുണ്ടായിരുന്ന കാരണം കൊണ്ട് കുടലിങ്ങനെ തമ്മിൽ ഒട്ടിയിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ചിലർക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്, അതായത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ കൂടി ആയിരുന്നെങ്കിൽ റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. വയറ്റിൽ സാധാരണ പോലെ നോർമൽ ഭക്ഷണത്തിലേക്കൊക്കെ വരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു എന്നിരിക്കും. അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറിക്ക് ശേഷം എന്തെങ്കിലും ഒരു എക്സ്ട്രാ കെയർ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ടോ? ഏത് സർജറി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇച്ചിരി ഒരു ബൂസ്റ്റ് കൊടുക്കണം. എന്നുവെച്ചാൽ സർജറി ബോഡിക്ക് ഒരു ഭയങ്കര ഒരു ഇൻസൾട്ടാണ്. അപ്പം അതിനുശേഷം നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം, കുറച്ച് എക്സ്ട്രാ ശ്രദ്ധിക്കണം അവർ തിരിച്ച് നോർമൽ ആവുന്ന വരെ. ഓക്കെ. എത്ര കാലം കൊണ്ട് ഒരു നോർമൽ ലൈഫിലേക്ക് സാധാരണ കളികളിലും സ്കൂളിൽ പോകുന്നതിലൊക്കെ ഏർപ്പെടാൻ പറ്റും? സാധാരണ ഒരു സിമ്പിൾ അപ്പൻഡിസൈറ്റിസ് ആണ്. ലാപ്രോസ്കോപ്പി വഴി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവർക്ക് സാധാരണ പോലെ എണീറ്റ് നടക്കുകയും കളിയിൽ ചേരാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഒരു 2-3 ആഴ്ചയെങ്കിലും ഒന്ന് അധികം സ്ട്രെന്യസ് ആയിട്ടൊന്നും ചെയ്യേണ്ടെന്ന് പറയും. എന്നാൽ പിള്ളേരാകുമ്പം നമുക്ക് അവരെ ഒരു പരിധിവരെ പിടിച്ച് കിടത്താൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, പിള്ളേരിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. വേദനയുണ്ടെങ്കിൽ പിള്ളേർ അങ്ങനെ ചെയ്യില്ല. അപ്പം അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ പിള്ളേർ വളരെ സെൻസിബിൾ ആയിട്ടുള്ള പേഷ്യൻസാണ്, അഡൾട്ട്സിനെ പോലെ അല്ല. അപ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നേ ഞാൻ പറയാറുള്ളൂ. 2-3 ആഴ്ച റെസ്റ്റിന് നമ്മൾ പറയാറുണ്ട്. സിവിയർ ആയിട്ടുള്ള അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. അതെ, ഇത് കുട്ടിക്ക് 7 മാസത്തിലാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമാണ് തലക്ക് ചൂടുണ്ടായി ചില സമയത്ത്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? 7 മാസത്തിലുള്ള കുട്ടിയാണ്. കുട്ടിക്ക്
ഈ ആപ്പിൾ വെച്ചിൽ ചേർത്തി കൊടുക്കുക അല്ലെങ്കിൽ കട്ടിൽ അങ്ങനത്തെ കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പാലിൽ കൊടുക്കുമ്പോൾ അത് കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വരുമ്പോൾ വന്നിട്ട് ഛർദിക്കും. അതാണല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും എന്നാണ് പറയുന്നത്. ചുമച്ച ശേഷം ഛർദിക്കും. ചുമച്ചതിന് ശേഷം 7 മാസം പ്രായമായ കുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും ചുമച്ച ശേഷം ഛർദിക്കും എന്നാണ് പ്രേക്ഷകൻ പറഞ്ഞത്. ശരി. ഛർദിച്ച് ആ കൊടുത്തത് മുഴുവൻ പോകുന്നുണ്ടോ? ഏകദേശം മുഴുവൻ നടന്നില്ലെങ്കിൽ പുറത്ത് പോരും. അത് കൊച്ചിന് വയറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ടോ? വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. വയറ്റിൽ നിന്ന് കുഴപ്പമില്ല. 2 നേരം വയറ്റിൽ. വെയിറ്റ് ഒക്കെ വെക്കുന്നുണ്ടോ? വെയിറ്റാ. വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ടല്ലോ അല്ലേ? വെയിറ്റിനൊന്നും കുഴപ്പമില്ല. അതിന് നല്ല ആ 7,500 ഇപ്പോൾ 7ാമത്തെ മാസമാണ്. അപ്പം മുഴുവൻ പോകുന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ചെങ്കിലും അകത്തേക്ക് പോകുന്നുണ്ടാവുമല്ലോ. കുട്ടിക്ക് വെയിറ്റ് കൂടുന്നുണ്ട്, വയറ്റിൽ നിന്നൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ വറി അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഡോക്ടർ. സാധാരണയായിട്ട് പല വയറുവേദനകളും നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് കരുതലുകൾ എടുത്താൽ. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ കെയർ എടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട പ്രതിരോധത്തിനായി ചെയ്യേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ്. പിള്ളേർക്ക് നല്ലൊരു വൈഡ് വേറീഡ് ഡയറ്റ് കൊടുക്കണം. അതായത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് പുറത്ത് പോയി ഒന്ന് കഴിച്ചു എന്നൊക്കെ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥിരം അതായിരിക്കരുത് കുട്ടികളുടെ ഭക്ഷണം. ഇപ്പം നമ്മുടെ നാടൻ ഭക്ഷണമാണ് വയറിന് ഏറ്റവും നല്ലത്. അതായത് നല്ല ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കണം. പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം ചെറുപ്പത്തിലേ കഴിക്കാൻ പഠിപ്പിക്കണം ഇവരെ. അതേപോലെ തന്നെ വെള്ളം നല്ലോണം കുടിക്കാനും പഠിപ്പിക്കണം. പക്ഷെ ഇപ്പം ഞങ്ങൾ ക്ലിനിക്കിലൊക്കെ ഒത്തിരി കാണുന്നുണ്ട് കോൺസ്റ്റിപ്പേഷനായിട്ട് പിള്ളേർ വരുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മുടെ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഇതൊന്നും വരാൻ പാടില്ലാത്തതാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡും ചിപ്സും ലേസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് പിള്ളേരുടെ ഡയറ്റ് മാറി വരികയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒത്തിരി വേദനകളും വയറ്റിലെ പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇതാണ് ഞങ്ങൾ എല്ലാവരോടും പറയാറ്. ഓക്കെ. അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ? ചെറിയ പ്രായത്തിൽ ഇതേപോലെ പ്രിസർവേറ്റീവ് ഇട്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ഫുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പിള്ളേർക്ക് കൊടുക്കേണ്ടത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മീലാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുള്ളായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ ആ ദിവസത്തേക്ക് നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചറൊക്കെ അത് കെയർ ചെയ്യും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുകൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മീലാണ്. അതിൻ്റെ ഒപ്പം തന്നെ പിള്ളേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോയിട്ട് വേണം സ്കൂളിൽ പോകാൻ. അങ്ങനത്തെ ഒരു റുട്ടീൻ ഉണ്ടാക്കണം. ഇതൊക്കെ നല്ല ഹാബിറ്റ്സ് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം. മൈ